ഈശോയിൽ പ്രിയമുള്ളവരെ, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഒരുപാട് മക്കളുണ്ട്. ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്നവർ. ഇപ്പോൾ ഒന്നിനും ഒരു കുറവില്ല, എല്ലാം നന്നായി ദൈവം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വേദനിക്കുന്നവർ, ഭയപ്പെടുന്നവർ, ചിലപ്പോൾ അവരുടെ ജീവിതത്തിലെ അവരുടെ സ്വപ്നങ്ങൾ സഫലമാകാതിരിക്കുക, പ്രതീക്ഷകൾ അസ്ഥാനത്താവുക, അങ്ങനെ വരുന്നവരുടെ വിഷമതകൾ. ചിലപ്പോൾ ഒരു കാര്യമില്ലെങ്കിലും സംഭവിക്കും എന്ന് വിചാരിച്ച് വേദനയുടെ കാര്യങ്ങളെ ഓർത്ത് എന്തെങ്കിലും രോഗം വരുമോ, ദുരിതം വരുമോ, നഷ്ടം വരുമോ, ഭാവി നഷ്ടപ്പെട്ടു പോകുമോ, അങ്ങനെ ഓരോന്നും ചിന്തിച്ച് ആകുലപ്പെടുന്ന മനുഷ്യരുണ്ട്. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേക്കും ജീവിതം തകർന്നു എന്ന് കരുതി തളർന്നു പോകുന്ന മനുഷ്യരുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കീർത്തന പുസ്തകം 42-ാം അധ്യായത്തിൽ പറയാൻ, എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു? അതായത് എപ്പോഴും ഒരു വിഷാദം, ഒരു ദുഃഖം, ഒരു നിരാശ, ഒരു പ്രത്യാശയില്ല. ജീവിതം നഷ്ടമായി, എൻ്റെ ജീവിതം നശിച്ചു, ഞാൻ ഈ വിവാഹത്തിലൂടെ എൻ്റെ ജീവിതം ആകെ നശിച്ചു പോയി, ഈ ജോലി എനിക്കിനി പറ്റുന്നില്ല. അങ്ങനെ ഓരോന്നും ഓർത്തും ചിന്തിച്ചും ആകുലപ്പെടുകയാണ്. പറയാണ്, എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവീർപ്പെടുന്നു? പറയുകയാണ്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എൻ്റെ സഹായവും ദൈവമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. നമ്മൾ ഒരു പ്രത്യാശയുടെ മനുഷ്യരായി മാറണം. വി ആർ ഈസ്റ്റർ ക്രിസ്ത്യൻസ്, അവർ സോങ് ഈസ് ഹല്ലേലൂയ എന്നാണ് ഫുൾട്ടൻ ജീഷൻ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ പ്രതീക്ഷയുടെ മക്കളാണ്, വിശ്വാസത്തിൻ്റെ മക്കളാണ്. പ്രതീക്ഷ, 3-ാം ദിവസം കല്ലറ തുറന്നു ഉത്ഥാനം ചെയ്ത ഈശോയുടെ മക്കളാണ്. നമുക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഈ പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. എത്ര വലിയ ദുരിതമായാലും, എന്ത് വലിയ പ്രശ്നമായാലും, അവിടെയെല്ലാം നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുവാൻ കഴിവുള്ളവനാണ്, അവന് കഴിയുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഈ ഒരു പ്രത്യാശയിലൂടെ ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ചെങ്കടലിന് മുമ്പേ നടന്ന് ഞങ്ങൾക്ക് മുമ്പേ ആ ചെങ്കടൽ 2ആയി പിളർന്നു. മരുഭൂമിയിൽ ഞങ്ങളുടെ വസ്ത്രങ്ങൾ തേയാതെ, ചെരുപ്പുകൾ തേയാതെ, വസ്ത്രങ്ങൾ പഴുകാതെ നീ ഞങ്ങളെ കാത്തുരക്ഷിച്ചു. ഭക്ഷണത്തിന് കാടപ്പക്ഷിയും മന്നായും നൽകി. ദൈവമേ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ നീ ഇങ്ങനെ സ്നേഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ആ വലിയ നന്മകളെ ഞങ്ങൾ ഓർക്കുകയാണ്. ഈശോയെ, നീ ഞങ്ങളുടെ പ്രത്യാശയാണ്. ദൈവമേ, നീ ഞങ്ങളുടെ പ്രതീക്ഷയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് എന്നും പ്രത്യാശയുടെ ദൈവമായി ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുവാൻ കൃപ നൽകണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.